നമസ്കാരം. ചെറുപുഴ ചെക്കിടാം പരിസരത്തു നിന്നാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ചെറുപുഴ കമ്പിപ്പാലം, കുട്ടികളുടെ പാർക്ക്, കാര്യങ്കോട് പുഴയുടെ തീരത്തെ വെൻറ്റഡ് ചെക്കിടാം, അതുപോലെ തന്നെ കുട്ടികളുടെ പാർക്കൊക്കെ ഉൾപ്പെടുന്ന ഒരു ഭാഗമാണിത്. ചെറുപുഴ ഏറ്റവും മനോഹരമായ ഒരു ഭാഗമെന്ന് തന്നെ വിശേഷിപ്പിക്കാം. ചെറുപുഴ ടൗണിലേക്ക് എത്തുന്നവർക്കൊക്കെ അല്പസമയം ഉല്ലസിക്കണമെങ്കിൽ എത്തിച്ചേരാവുന്ന ഒരു ഇടമാണ് ഈ കമ്പിപ്പാലവും കുട്ടികളുടെ പാർക്കും അതുപോലെ തന്നെ ചെക്കിടാം പരിസരമൊക്കെ. എന്നാൽ ഇതിൻ്റെ ഒരു ശോചനീയാവസ്ഥ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയാണ്. കമ്പിപ്പാലത്തിലേക്ക് പ്രവേശിക്കുന്ന ചെറുപുഴ ഭാഗത്തു നിന്നുള്ള പ്രവേശന ഭാഗമാണ്. കാട് മൂടിക്കിടക്കുകയാണ് ഈ ഭാഗം. ഇഴജന്തുക്കളുടെ വിഹാര കേന്ദ്രമാണെന്ന് പറയാം. ഇതിലൂടെ ധാരാളം ആളുകൾ അക്കരെ ഇക്കരെ പോകുന്നുണ്ട്. ഇതിപ്പോ യാത്രാ സൗകര്യത്തിന് വേണ്ടിയുള്ള ഒരു പാലം അല്ലെങ്കിൽ പോലും ഇരു കരകളിലുമുള്ള ആളുകൾ ചെറുപുഴ ടൗണിലേക്ക് വരാനും ചെറുപുഴ ടൗണിൽ നിന്ന് തിരിച്ച് ഈശ്വരി പഞ്ചായത്തിന്റെ ഭാഗങ്ങളായ തവളക്കുണ്ട് അതുപോലെ തന്നെ അരിമ്പ ഭാഗങ്ങളിലേക്കൊക്കെ പോകാൻ ഈ പാലം ഉപയോഗിക്കുന്നുണ്ട്, നടന്നു പോകാൻ ഉപയോഗിക്കുന്നുണ്ട്. ഈ പാലം കഴിഞ്ഞ ഒരു വർഷം മുമ്പാണ് ഇതിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയത്. ഏറെക്കാലം ഉപേക്ഷിക്കപ്പെട്ട് കടന്നിരുന്ന ഒരു പാലമാണ് ചെറുപുഴ കമ്പിപ്പാലം. ചെറുപുഴയുടെ പൈതൃകം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന പാലമാണ്. വർഷങ്ങളോളം ആളുകൾ ചെറുപുഴ ടൗണുമായി ബന്ധപ്പെടാൻ ഉപയോഗിച്ചിരുന്ന ഈ പാലം പിന്നീട് ചെക്ക് ഡാമിനോട് ചേർന്ന് ട്രാക്ടർ വേയും അനുബന്ധ സൗകര്യങ്ങളും ഒക്കെ വന്നപ്പോൾ, വാഹന ഗതാഗതം സാധ്യമായപ്പോൾ ഈ പാലം ഉപേക്ഷിക്കപ്പെട്ട് കിടന്നു. അധികൃതർ ഏറെക്കാലം തിരിഞ്ഞു നോക്കാതിരുന്നു. എന്നാൽ ജനകീയമായ പ്രതിഷേധമൊക്കെ ഉയർന്നു വന്നതിനെ തുടർന്ന് ഈ പാലം അറ്റകുറ്റപ്പണി നടത്താൻ അധികൃതർ തീരുമാനിക്കുന്നു. അങ്ങനെ 1.5 വർഷമെടുത്ത് പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി പുതിയ പലകയൊക്കെ അടിച്ചു. എന്നാൽ ഇപ്പോൾ ഈ കാണുന്നത് ഈ കമ്പിപ്പാലത്തിന്റെ ഏറ്റവും ശോചനീയമായ ഒരു അവസ്ഥയാണ്. പാലത്തിലെ പലകളെല്ലാം ഇളകിപ്പോയിരിക്കുന്നു. പലകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ജോയിന്റുകളിലുള്ള പട്ടിക കഷ്ണങ്ങളൊക്കെ ഇളകി തെറിച്ചു പോയിരിക്കുന്നു. പാലത്തിൽ പലകൾ ഇളകിപ്പോയ ഭാഗം പുഴയിലേക്ക് നമുക്ക് തരുന്ന കാഴ്ച, ഒരു മനുഷ്യന്റെ കാലൊക്കെ നടന്നു പോവുകയാണെങ്കിൽ ശ്രദ്ധ അല്പം തെറ്റിയാൽ കാല് ഈ പലകൾക്കിടയിൽ കുടുങ്ങുന്ന ഒരവസ്ഥയുണ്ട്. അങ്ങനെ മിക്ക ഭാഗത്തും ഈ പാലത്തിന്റെ പലകളൊക്കെ ഇളകി പാലം തന്നെ നാശത്തിലേക്ക് നീങ്ങുകയാണ്. ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ തന്നെ ഇതിന്റെ പ്രവേശന ഭാഗത്ത് കാട് മൂടി കിടക്കുന്നു. അതുപോലെ തന്നെ ഈ പാലം കടന്ന് ഈശ്വരി പഞ്ചായത്തിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്തും സമാനമാണ് അവസ്ഥ. കാട് മൂടി കിടക്കുകയാണ്. ഇഴജന്തുക്കളുടെ വികാര കേന്ദ്രമാണ്. ഈ പാലത്തിലൂടെ ധാരാളം ആളുകൾ സഞ്ചരിക്കുന്നുണ്ട്. രാവും പകലുമൊക്കെ അക്കരെ ഇക്കരെ കിടക്കാൻ ഇപ്പോഴും ഈ പാലം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ രാത്രിയൊക്കെ കടന്നു പോകുന്ന ആളുകൾക്ക് ഇഴജന്തുക്കളുടെ ആക്രമണം ഏത് നിമിഷം ഉണ്ടാകുന്നുള്ളൊരു സാഹചര്യമുണ്ട്. ഇതൊന്ന് ഈ കാടൊക്കെ വെട്ടിത്തെളിച്ചതൊന്ന് വൃത്തിയാക്കാൻ ആരും മുന്നോട്ട് വരുന്നില്ല. മാത്രമല്ല ഈ പാലത്തിന്റെ പലകളൊക്കെ ഇളകി ശോചനീയമായ അവസ്ഥ പലതവണ റിപ്പോർട്ട് ചെയ്തിട്ടും അധികൃതർ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. ഈ പാലത്തിന്റെ തൂക്കുപാലത്തിന്റെ ഇരുമ്പ് വടം പല ഭാഗത്തും പൊട്ടിയതായിട്ട് പ്രേക്ഷകർക്ക് കാണാം, ദൃശ്യങ്ങളിൽ കാണാം. ഇത് അറ്റകുറ്റപ്പണി നടത്തി സംരക്ഷിക്കണമെന്ന് നാളുകളായിട്ട് പൊതുജനങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. ഈ പൈതൃകം ചെറുപുഴ ചെറുപുഴയുടെ തന്നെ ഒരു പൈതൃകമാണ് ഈ തൂക്കുപാലം. ഇത് ചരിത്ര പ്രാധാന്യമുള്ളതാണ്. ഇത് സംരക്ഷിക്കണമെന്നുള്ള ആവശ്യത്തോട് അധികൃതർ ഇപ്പോഴും മുഖം തിരിച്ചു നിൽക്കുകയാണ്. ഈ പാലത്തിലേക്ക് അക്കരെ ഇക്കരെ പോകുന്നവർ മാത്രമല്ല, നിരവധി പേര് ചൂണ്ടയിടുന്നുണ്ട്. അത് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ചൂണ്ടയിടാനായിട്ട് കുറേയധികം ചെറുപ്പക്കാരൊക്കെ എല്ലാ ദിവസവും വരുന്നുണ്ട്. മാത്രമല്ല ഈ ചെക്ക് ഡാമിന്റെ പരിസരത്തേക്ക് വരുന്ന ചെക്ക് ഡാം കാണാനും ഇതിനോട് സമീപത്ത് തന്നെയുള്ള പഞ്ചായത്ത് വക പാർക്ക്, അതുപോലെ തന്നെ വായനശാല നിർമ്മിച്ച കുട്ടികളുടെ പാർക്കിലേക്കൊക്കെ വരുന്ന കുടുംബസമേതം വരുന്ന ആളുകളൊക്കെ ഇവിടെ നിന്ന് ഈ പാലത്തിലൂടെ നടന്നും അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ പാലം ഇങ്ങനെ ഇതിന്റെ പലകളൊക്കെ ഇളകി കിടക്കുന്ന പലർക്കും അറിയില്ല. ഇത് ഒരു അപകട സാധ്യത ഉണ്ടെന്ന് അറിയാതെ ഇവിടെ കയറുന്നവർ അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയുണ്ട്. അധികൃതരുടെ ഒരു വലിയ ശ്രദ്ധ ഇവിടെ ആവശ്യമുണ്ട്. ഇനി ഇപ്പോഴത്തേക്ക് വന്നാൽ, കുറച്ചിപ്പുറത്തേക്ക് നമ്മൾ മാറിയാൽ പഞ്ചായത്ത് നിർമ്മിച്ച പാർക്കാണിത്. ഒഴിവു സമയങ്ങളിലൊക്കെ ആളുകൾക്ക് വന്നിരിക്കാനും കുട്ടികൾക്കൊക്കെ വിനോദത്തിൽ ഏർപ്പെടാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി. പക്ഷെ ഔദ്യോഗികമായിട്ട് ഈ പാർക്ക് തുറന്നു കൊടുത്തിട്ടില്ല. മാത്രമല്ല ഇപ്പോൾ തന്നെ കാണാം ഈ പാർക്കിന്റെ ഇവിടെ ഇതിന് ടൈൽസൊക്കെ ഇളകിപ്പോയിരിക്കുന്നു. അവിടെ ഒരു വലിയ കുഴിയൊക്കെ പോലെ രൂപപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇത് ഈ പാർക്കൊന്ന് വൃത്തിയാക്കിയിടാൻ തന്നെ ആരും മുന്നോട്ട് വരുന്നില്ലെന്നുള്ളതാണ്. മാത്രമല്ല ഈ പ്ലാസ്റ്റിക് മാലിന്യ കുപ്പികളും പലഹാര പൊതിഞ്ഞ പ്ലാസ്റ്റിക്കുകളും ഒക്കെ കൊണ്ട് ഇവിടെ കൂട്ടിയിട്ടിരിക്കുകയാണ്. ഇവിടെ ഒരു വേസ്റ്റ് ബിൻ സ്ഥാപിക്കാത്തതിന്റെ ഏറ്റവും വലിയ പ്രശ്നമാണ്. ഒരു വേസ്റ്റ് ബിൻ ഇവിടെ സ്ഥാപിച്ചിരുന്നെങ്കിൽ ഇവിടെ ഈ പാർക്കിലേക്ക് വരുന്ന ആളുകൾക്ക് ആ കുപ്പിയും അവർ ഉപയോഗിക്കുന്ന ഭക്ഷണത്തിന്റെ പ്ലാസ്റ്റിക് കവറുകളൊക്കെ അതിലേക്ക് ഇട്ട് വെക്കാം. പക്ഷെ അതൊന്നും ഒരു സൗകര്യമില്ലാത്തത് കൊണ്ട് അവരവിടെ തോന്നുന്നിടത്തേക്ക് ഇടുന്നു. ഇവിടെ ഈ മരത്തിന്റെ ചുവടുകളൊക്കെ, ഇവിടെ ഈ പാർക്ക് ധാരാളം മരങ്ങളുണ്ട്. ഈ മരങ്ങളൊക്കെ സംരക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ ആ മരങ്ങൾ
ചുറ്റുമുള്ള ഈ കെട്ടി ഉയർത്തിയ ഭാഗത്ത് അതിനുള്ളിലേക്കാണ് ആളുകൾ ഈ മാലിന്യങ്ങളൊക്കെ കൊണ്ടുവന്ന് തള്ളുന്നത്. എന്നാൽ ഇവിടെ മാലിന്യങ്ങൾ നീക്കം ചെയ്യാനൊരു സംവിധാനമില്ല, ഒരു വേസ്റ്റ് ബിൻ സ്ഥാപിക്കാൻ സംവിധാനമില്ല. മാത്രമല്ല ഇതിനോട് ചേർന്നുള്ള റോഡിന്റെ അവസ്ഥ നിരവധി തവണ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മാധ്യമങ്ങൾ, റോഡ് പൂർണ്ണമായും പൊട്ടിപ്പൊളിഞ്ഞ് കുണ്ടും കുഴിയുമാണ് വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ. പ്രത്യേകിച്ച് മഴക്കാലത്ത് ചെളിയെല്ലാം ആളുകൾ തെറിച്ച് ഈ പാർക്കിൽ ഇരിക്കുന്ന ആളുകളുടെ ശരീരത്തിലേക്ക് ചെളി തെറിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ മഴ പെയ്യുന്ന സമയത്തൊന്നും അല്ലെങ്കിൽ ചെളിവെള്ളം കെട്ടിക്കിടക്കുന്ന സമയത്തൊന്നും ഈ പാർക്കിൽ ഇരിക്കാൻ സാധിക്കില്ല വാഹനങ്ങൾ കടന്നു പോകുന്ന സമയത്ത്. അത് ഈ റോഡ് നട്ടുകുറ്റപ്പണി നടത്താൻ അധികൃതർക്ക് ഇതുവരെ മനസ്സ് വന്നിട്ടില്ല. മാത്രമല്ല ഇവിടെ സന്ധ്യയായി കഴിഞ്ഞാൽ ഈ പാർക്കിൽ വെളിച്ചമില്ല. ഇവിടെ ഒരു സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കാൻ അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ല. ഈ പാർക്ക് നിർമ്മിച്ചിട്ടിട്ട് 2 വർഷത്തിലധികമായി. ഇതിന്റെ എല്ലാ പ്രവർത്തികളും പൂർത്തീകരിച്ചു എന്നാണ് പറയുന്നത്. എന്നാൽ പോലും ഭാഗികമായ പ്രവർത്തികൾ ബാക്കിയുണ്ടാവാം. എന്നാൽ പോലും അധികൃതരുടെ ഒരു ശ്രദ്ധ ഇവിടേക്ക് വരുന്നില്ല. അപ്പോൾ ഈ കമ്പിപ്പാലവും ഈ പാർക്കും ഇതിനെ സമീപത്ത് തന്നെ ഇപ്പോൾ വായനശാലയുടെ ഒരു പാർക്കുണ്ട്. കുട്ടികൾ കുടുംബസമേതമൊക്കെ ആളുകൾ ഇപ്പോൾ ആ പാർക്കാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. എങ്കിൽ പോലും അവിടെ തിരക്കുള്ള സമയത്ത് ഈ പാർക്കും ആളുകൾ ഉപയോഗിക്കുന്നില്ല. പുഴയുടെ സൗന്ദര്യമൊക്കെ കാണാം. പക്ഷെ ഇവിടെ ഇത്രമാത്രം അവഗണനയും അനാസ്ഥയും ഈ പാലത്തോടും പാർക്കിനോടും അധികൃതർ കാണിക്കുന്നത് ജനങ്ങളുടെ കടുത്ത പ്രതിഷേധത്തിനാണ് ഇടയാക്കുന്നത്. ഇതൊക്കെ അധികൃതർ ശ്രദ്ധയിൽപ്പെടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇത് ജനങ്ങളുടെ സുരക്ഷയാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. പാലത്തിലൂടെ കടന്നു പോകുന്ന ആളുകൾ ഇവിടെ വന്ന് ധാരാളം പേര് ഫോട്ടോ എടുക്കുന്നുണ്ട്, മീൻ പിടിക്കുന്നുണ്ട്. അങ്ങനെ നിരവധി പേര് ദിവസവും ഉപയോഗിക്കുന്ന ഈ പാലം സംരക്ഷിക്കാൻ അധികൃതർക്ക് ബാധ്യതയുണ്ട്. അതുപോലെ ഈ പാർക്ക് ഇത് ഔദ്യോഗികമായി തുറന്നു കൊടുത്തിട്ടില്ല എങ്കിൽ പോലും കുടുംബസമേതമായിട്ട് ആളുകൾ ഇവിടെ വന്ന് സമയം ചെലവഴിക്കുന്നതാണ്. അപ്പോൾ ഈ പാർക്കും സംരക്ഷിക്കാൻ അധികൃതർക്ക് ബാധ്യതയുണ്ട്. അധികൃതർ കണ്ണു തുറന്നത് കാണണം എന്നാണ് പറയാനുള്ളത്. ചെറുപുഴ ചെക്കിടാം പരിസരത്തു നിന്നും ജെയിംസ് ഇടപ്പള്ളിൽ, CC Net News. The real beauty in your heart. Boche Gold and Diamonds. Buy now, pay later.